അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മസ്കറ്റിലെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ്. മസ്കറ്റിലെ ഞാനിപ്പോൾ താമസിക്കുന്നതിന് അടുത്തുള്ള കുറച്ച് റോഡുകളുണ്ട്. അന്നേരം അതുവഴി ഒന്ന് റൗണ്ട് അടിച്ച് വരാമെന്ന് ചോദിച്ചു. ഒരു 10-15 കിലോമീറ്ററിനകത്ത് മസ്കറ്റ് ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ മസ്കറ്റ് ഏരിയ എന്നൊക്കെ പറയുന്നത് പകൽ കാണുന്നതിനെക്കാട്ടി കൂടുതൽ ഭംഗിയാണ് രാത്രിയിൽ ഈ ലൈറ്റൊക്കെ ഇട്ട് സ്ട്രീറ്റ് ലൈറ്റൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു കഴിയുമ്പോഴത്തേന് നല്ല ഭംഗിയാണ്. പകലാണെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് നമ്മുടെ ഈ മസ്കറ്റ് സിറ്റി. ബിൽഡിങ്ങുകൾക്ക് അധികം കളറൊന്നുമില്ല. ഒന്നീ വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ്, ഗ്രേ അല്ലെങ്കിൽ ഒരു ക്രീം കളറ്. ബിൽഡിങ്ങുകൾക്ക് അതിൽ കൂടുതൽ പെയിൻറ്റിങ്, വേറൊരു കളറ് അങ്ങനെ എങ്ങും കാണാറില്ല. എന്തോ പെർമിഷൻ ഇല്ലായിരിക്കാം, നമ്മുടെ മുനിസിപ്പാലിറ്റി പെർമിഷൻ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ബിൽഡിങ്ങുകൾക്കെല്ലാം അങ്ങനെ. അതുകൂടാതെ ഈ ഗ്രീനറി ഒക്കെ കുറവായതുകൊണ്ട് അത്ര ഭംഗിയല്ല നമ്മുടെ ഈ പകല് ഈ സിറ്റി കാണുന്നത്. മസ്കറ്റ് പകല് ഈ സിറ്റി കാണുന്നത് അത്ര ഭംഗിയില്ല. അപ്പോൾ നമ്മൾ രാത്രിയിലൊരു ഡ്രൈവിന് ഇറങ്ങിയേക്കാണ്. നമ്മുടെ ഈ പാലസ് ഉണ്ട് ഇവിടെ, മസ്കറ്റ് പാലസ് നമ്മൾ ഈ പോകുന്ന റോഡിലാണ്. അന്നേരം അതിൻ്റെ അടുത്തൊക്കെ റോഡെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ്. ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. റോഡുകളും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് പോവാണ്. ഞാനിപ്പം ക്യാമറ ഫിറ്റ് ചെയ്തേക്കുന്ന ഡാഷ്ബോർഡിൽ ഫിറ്റ് ചെയ്തേക്കാണ്. സിഗ്നൽ ഗ്രീനായി. ഓക്കെ, മത്രേ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തായിരുന്നു. കഴിഞ്ഞ വീഡിയോ ഫിഷ് മാർക്കറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മത്രേ എന്ന് പറയുന്ന സ്ഥലമാണ്. ആ മത്രേ എന്ന് പറയുന്ന സ്ഥലത്തോടാണ് നമ്മളിന്ന് പോകുന്നത്. അതിനടുത്താണ്, ആ പോകുന്ന വഴിയിലാണ് മസ്കറ്റ് പാലസ് ഉള്ളത്. മസ്കറ്റിലുള്ളവർക്ക് അറിയാൻ പറ്റുന്ന ഏറ്റവും പരിചിതമായ റൂട്ടുകളാണിത്. മസ്കറ്റിൽ ഇല്ലാത്തവർക്ക് കാണാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഡ്രൈവ്, റോഡിൽ കൂടി പോകുന്ന സ്ഥലങ്ങളൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. കൂടെ വർക്ക് ചെയ്യുന്ന 2 കൂട്ടുകാരുണ്ട്. അന്നേരം അവരെയും കൂടെ പിക്ക് ചെയ്തുകൊണ്ട് പോകണം. അവരും വരുന്നെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരുടെ അക്കോമഡേഷനിലോട്ട് പോകണം. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് കിടക്കണം. അപ്പോൾ അവരെയും കൂടെ വിളിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. മസ്കറ്റ് പാലസിൻ്റെ അടുത്തോടാണ് പോകുന്നത്. പാലസിൽ നമ്മൾ കയറുന്നില്ല, പാലസിൻ്റെ ഷൂട്ട് ചെയ്യുന്നില്ല. പാലസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് ഇവിടെ കിടപ്പുണ്ട്. എൻ്റെ ചാനലിൽ ആദ്യം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഷൂട്ട് ചെയ്തതാണ്. അത് മിക്കവാറും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. അത് വ്ളോഗ് രീതിയിലല്ല ചെയ്തേക്കുന്നത്. ഞാൻ ഒന്നും സംസാരം ഒന്നും ഇല്ലായിരുന്നു അതിൽ. ആദ്യം തുടങ്ങിയ സമയത്താണ് അത് ചെയ്തത്. ഇവിടെ പോയി നമുക്ക് ഇതൊക്കെ ഇവിടങ്ങളിൽ നമ്മുടെ നാട്ടുകാർ, വിദേശികൾ താമസിക്കുന്ന അക്കോമഡേഷൻ, വിദേശികൾ ഇവിടെ ഉള്ള ആൾക്കാർ, ഒമാനികൾ താമസിക്കുന്ന അക്കോമഡേഷനാണ്. ഇതൊക്കെ വില്ല രൂപത്തിലുള്ള വില്ലകൾ പോലുള്ളതാണ്. ഫ്ലാറ്റ് ടൈപ്പ്, കുറച്ചും കൂടെ അപ്പുറത്തോട്ട് മാറിയിട്ടാണ് ഫ്ലാറ്റ് ടൈപ്പ്. നമ്മുടെ ആൾക്കാരും വിദേശികളും സ്വദേശികളും ഒക്കെ താമസിക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടെയാണ് അവർ താമസിക്കുന്നത്, കൂട്ടുകാർ താമസിക്കുന്നത്. അപ്പോൾ അവരെയും കൂടെ വിളിച്ചുകൊണ്ട് പോവാം. അപ്പോൾ അവർ രണ്ടുപേരും ഇറങ്ങി വരുന്നുണ്ട്. കുറേ നേരമായി വിളിച്ചിട്ട്. ഇവിടെ വന്ന് കിടക്കുക, എപ്പോഴാണ് ഇറങ്ങി വരുന്നത്. കുളിക്കണം പോലെ. എന്ത് കാര്യം, ചുമ്മാ ഒന്ന് ഇറങ്ങി. എന്തായിരുന്നു പരിപാടി? ചുമ്മാ ഇരിക്കാണ്. അവരില്ലേ ഇവിടെ? അവര് 5:30 പോയത്. ഫ്രണ്ട് മാത്രമേ കിട്ടും. ആ, സൈഡിലോട്ട് തിരിയോ? കൈ തിരിക്കും, കുളമായി കിടക്കും. തിരിയും. അന്ന് നമ്മളെ 200 ഇല്ലേ, അതിൻ്റെ സൈഡിൽ
രക്ഷയില്ല കേട്ടോ, നിവർത്തിയില്ല, കൊണ്ടുപോകണമെന്നൊക്കെയാണ്. നമ്മൾ വീണ്ടും മെയിൻ റോഡിലോട്ട് ഇറങ്ങി. ഒരു അക്കോമഡേഷനിൽ പോയി എടുത്ത് വീണ്ടും നമ്മളിപ്പോൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മൾ പാലസിലോട്ട് വന്ന വഴിയോ? ഇവിടെ ബീച്ചുണ്ട്, പോയിട്ടുണ്ടോ? എവിടെ? ഇവിടെ റൈറ്റ് സൈഡിൽ. ഇല്ല. ഇവിടെ നമ്മൾ റൈറ്റ് കയറി പോകും. അവിടെ ഒരു ചെറിയൊരു ബീച്ചുണ്ട്, അങ്ങോട്ട് പോവാം. വലിയ വെട്ടമൊന്നുള്ള ഏരിയ ഒന്നുമല്ല, പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയത്. നമ്മൾ ഈ സ്ലോട്ടർ ഹൗസിന്റെ അവിടെ വന്നായിരുന്നു. ഒരു സ്ലോട്ടർ ഹൗസിൽ വന്നില്ലേ? അതിതല്ലേ? ഇല്ല, ഇഷ്ടമൊന്നുമില്ലെങ്കിൽ ആൾക്കാർ ഇഷ്ടം നമുക്ക് അവിടെ കൊണ്ടുപോകാം. ഇത് നമ്മൾ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ കിടിലൊരു സ്ഥലം. അധികമാരും അധികം ആർക്കും അറിയത്തില്ല ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന്. വളരെ കുറച്ച് ആൾക്കാർക്കാണ്. മാനുകൾ ഇഷ്ടംപോലെ. ഇത് ചെറിയൊരു ബീച്ച് സൈഡാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമ്മുടെ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാൻ, എൻ്റെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലേ. ഇത് സ്വദേശികളല്ല, വിദേശികളാണ് തോന്നുന്നു. നമ്മുടെ ആൾക്കാരൊക്കെയാണ് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. അവിടെ ഒരു റിസോർട്ട് ഏതാണ്ട്, പക്ഷെ ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. ഭീകരം അങ്ങോട്ടേ, ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റത്തില്ല. ഇതിപ്പം പാലസിന്റെ അടുത്തെത്താറായി. നമ്മൾ പാലസ് റോഡാണിത്. അത് നിങ്ങൾക്ക് ഈ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു പ്രത്യേക ഡിസൈനിലാണ് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു 3 ലൈറ്റൊക്കെ ചേർന്ന് മേലോട്ടൊക്കെ കാണാൻ പറ്റും. നേരെ കാണുന്നതാണ് പാലസ്. പാലസിലിറങ്ങണം. അല്ല, ഞാൻ നേരത്തെ ഈ കാണുന്നതാണ് പാലസ്. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് നടന്നു വരാം. നല്ല കിടില റോഡാണ് പണിഞ്ഞിട്ട്. ഏതാണ്ടാ ഇവിടെ കണ്ടില്ല, ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് കിടിലായിട്ട് ഇവിടെ റോഡ് പണിഞ്ഞിട്ട്. സൈഡിൽ പാർക്കിംഗ് നടത്തി. ഈ പോകുന്ന റിജ
ഈ പോകുന്ന പ്രിൻസ്. ഈന്തപ്പഴം പൊഴിഞ്ഞ് കിടക്കുന്നുണ്ടോ? ഒരുപാട് ഇവിടെ എല്ലാം കിടപ്പുണ്ട് ഈന്തപ്പഴം. നിറച്ച് നിൽപ്പുണ്ട്. മേളിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഒരുപാട് നിൽപ്പുണ്ട്. ഇതിപ്പോൾ നമ്മൾ പാലസിൻ്റെ ഫ്രണ്ടിൽ വന്നു. പാലസിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് അവിടെ പാർക്ക് ചെയ്ത് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും വന്ന് ആരും പറിച്ചോണ്ട് പോകത്തില്ല. അപ്പോൾ നമ്മൾ പാലസിൻ്റെ അകത്തോട്ട് കയറി പോവാം. പാലസിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല, പാലസിൻ്റെ ഫ്രണ്ടിൽ. ഇതിനകത്തോ? ഇതിനകത്ത് കയറി അകത്തോടെ അങ്ങ് പുറത്തിറങ്ങില്ലേ? ഇതല്ല പാലസിൻ്റെ എൻട്രൻസ് അവിടെ. അവരതിൻ്റെ അകത്തൂടെ കയറി വരാൻ നോക്കും. ഇവിടെ ഇങ്ങനെ ഇറങ്ങി എൻ്റെ ഫ്രണ്ടിലോട്ട് പോവാം. ഇല്ല, ആണ്ട് ഇവിടെ അടച്ചിട്ടേക്കോ. മസ്കറ്റ് മത്ര. നമ്മൾ മത്രയുടെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തായിരുന്നല്ലോ, മത്ര ഫിഷ് മാർക്കറ്റൊക്കെ. അതിന് ഫ്രണ്ടിൽ കൂടെ ഒക്കെ വരുന്ന ബസ്സാണിത്. ഇതിവിടെ പാലസിൻ്റെ ഫ്രണ്ടിൽ വരെ വരും. റൂവി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. അവിടെ ഗേറ്റിനടുത്ത് വരും. അവർ കഥയൊക്കെ പറഞ്ഞു. ഇതാണ് നമ്മുടെ മസ്കറ്റിലെ പാലസ്, അതായത് സുൽത്താൻ്റെ പാലസ്. ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഒരുപാട് പാലസുകളുണ്ട് ഇതുപോലെ. അപ്പോൾ ഇവിടെ സുൽത്താൻ ഉണ്ടോയെന്ന് അറിയില്ല, ചിലപ്പം കാണുമായിരിക്കും. അപ്പം നമുക്കറിയാൻ പറ്റത്തില്ല. ഈ ഗേറ്റിനപ്പുറത്തോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. നമ്മളാ കാണുന്ന അവിടെ നിന്ന് നടന്നു വന്ന റോഡ് കണ്ടില്ലേ, വണ്ടികൾ പോകുന്നുണ്ടല്ലേ, അവിടെ നിന്ന് നടന്നു വന്ന്. മറ്റേ ഇല്ല വേറെ രാജ്യത്തെ പ്രസിഡന്റുമാർ അവരൊക്കെ വരുമ്പോൾ ഇവിടോട്ടാണ് കൊണ്ടുവരുന്നത്. വേറെ രാജ്യത്തിൻ്റെ രാജാക്കന്മാർ അല്ലെങ്കിൽ പ്രസിഡന്റ് അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ ഇവിടോട്ടാണ് കൊണ്ടുവരുന്നത്. മസ്കറ്റ് പാലസ്. അവിടെ പോയിട്ടുണ്ടോ? പോയിട്ടില്ലേ? അങ്ങനത്തെ ഫോട്ടോ ഉണ്ട്. പോയിട്ടില്ലേ? നടക്കാവോ? അല്ലെങ്കിൽ വണ്ടി കൊണ്ട് പോയാൽ നമ്മൾ വണ്ടി നടന്നു പോയാൽ കുറച്ച് നല്ല സ്ഥലങ്ങൾ കാണാം. ഇത് നമ്മുടെ മസ്കറ്റ് പാലസിനോട് ചേർന്ന് നിൽക്കുന്നൊരു പള്ളിയാണ്, മുസ്ലിം പള്ളി. നല്ല ഭംഗിയായിട്ട് പണിയിട്ടായിരുന്നു. മലയുടെ മുകളിലൊരു ഫോർട്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല, പക്ഷെ ഫ്രണ്ട് സൈഡിൽ പോവാം. അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാം നമുക്ക്. ലൈറ്റിങ് കിട്ടില്ല അല്ലേ? തണുപ്പ് സമയത്ത് വരുമ്പോഴാണ് മൊത്തം പൂക്കൾ ആയിരിക്കും ഇവിടെ. നമ്മളവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നത്. അവരിതുകൊണ്ട് പോയി നമുക്ക് ആ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാം. പീരങ്കി പഴയ കാലത്തെ പീരങ്കി, അത് നല്ല കിടിലം ഗോൾഡൊക്കെ പ്ലേറ്റ് ചെയ്ത് കിടിലം കളറാക്കി വെച്ചിട്ടുണ്ട്. ഇതതിൻ്റെ ഫ്രണ്ട് സൈഡ്. ആ ബാക്ക് സൈഡിൽ നിന്ന് കണ്ട ഫോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡ്. ഈ കാണുന്ന കടലാണ്. ഇതതിൻ്റെ ബാക്ക് സൈഡ്, നമ്മളെ പാലസിൻ്റെ ബാക്ക് സൈഡ് വരെ ഇത് കാണുന്നത്. അതിന് ഫ്രണ്ടിലായിട്ട് കടൽ. അതുകൊണ്ട് ഇപ്പോൾ ഈ കണ്ടതുപോലെ തന്നെ ഒരു ഫോർട്ട് അപ്പുറ സൈഡിലുണ്ട്. അതും ഒരു മലയുടെ മുകളിൽ തന്നെയാണ്.
ഇതാണ് മത്ര എന്ന് പറയുന്ന സ്ഥലം. കടലിൻ്റെ തീരത്ത് റോഡ് ഇങ്ങനെ പണിഞ്ഞിട്ടേക്കാണ്. അടിപൊളിയായിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു. ആ വീഡിയോ ചെയ്ത ഈ സ്ഥലത്ത് വെച്ചാൽ എൻ്റെ ലാസ്റ്റാണ് ഫിഷ് മാർക്കറ്റ്. നമ്മളിപ്പം നേരെ പോവല്ല, ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് അവിടെ ഫോർട്ടുണ്ട്, അതിൻ്റെ മണ്ടേക്കാണ്. അമ്മമാര് കാണും. ഇവിടെ ഫോർട്ടിൽ നമുക്ക് കയറാൻ പറ്റില്ല. അവിടെ 7 മണി വരെ ഉള്ളായിരുന്നു. ഇപ്പോൾ സമയം 9 മണിയായി. 7 മണി വരെ അതിന് മുകളിലോട്ട് കയറ്റി കൊടുക്കണം നമ്മളെ. അപ്പം അങ്ങ് പോയി തിരിച്ചു കൊണ്ടുവരുന്നു.